നമസ്കാരം. രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം ആളിക്കത്തിക്കാൻ ശ്രമം നടക്കുകയാണോ? അതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് തർക്കം തുടരുകയാണ്. വർഗീയ ശക്തികൾ ഈ തർക്കത്തെ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനപ്രതിനിധികൾ അടക്കം ഇടപെട്ടുകൊണ്ട് വിഷയം അടഞ്ഞ അധ്യായമാക്കി മാറ്റിയിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ് ഇനി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ പെൺകുട്ടിയെ സ്കൂളിലേക്ക് വിടാം എന്നുള്ളത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഉത്തരവ് ഏറെ ചർച്ചയായത്. ഹിജാബ് ധരിപ്പിച്ച പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. വിദ്യാഭ്യാസ മന്ത്രിയും നിലപാടിൽ ഉറച്ചു നിന്നു. അതേസമയം മാനേജ്മെൻറ്റ് ഈ വാദങ്ങൾ എല്ലാം തള്ളി. തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ NOC നൽകുന്നത് സർക്കാരാണ് എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷയിൽ. ആ മുന്നറിയിപ്പിനെയും മാനേജ്മെൻറ്റ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ ഹിജാബ് ധരിക്കാതെ എത്തിക്കൊള്ളാം എന്ന സമ്മതപത്രം കുടുംബം നൽകണം എന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. അതിന് കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നുമില്ല. ഒരിക്കൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം ചട്ടങ്ങളനുസരിച്ച് കുട്ടിയെ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ രക്ഷിതാവ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ സമ്മതപത്രം നൽകാത്തത്? ഇത് ഒരു കുടുംബത്തിൻ്റെയോ ഒരു കുട്ടിയുടെയോ വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് മാനേജ്മെൻറ്റ് തറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അതേസമയം മന്ത്രിയുടെ പരാമർശമാകട്ടെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലായിരുന്നു മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉത്തരവ് എല്ലാ സ്കൂളുകൾക്കും ബാധകമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI രംഗത്ത് എത്തിയത്. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിക്കുവാൻ ഉള്ള ഉത്തരവ് സർക്കാർ ഔദ്യോഗികമായി ഇറക്കണം എന്നുള്ളതാണ് ആ ആവശ്യം. ഹിജാബിന്മേലുള്ള തർക്കം അവസാനിക്കുന്നില്ല. ആ തർക്കം തുടരുക തന്നെയാണ്. പക്ഷേ വർഗീയ ശക്തികൾക്ക് കൂടുതൽ ഇടം നൽകാതെ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് കേരള സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹിജാബ് തർക്കം തുടരുന്നു. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന സമ്മതപത്രം വേണമെന്ന നിലപാടിൽ ഉറച്ച് മാനേജ്മെന്റ്. സമ്മതപത്രം നൽകാതെ കുട്ടിയുടെ മാതാപിതാക്കൾ സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ലെന്ന് സർക്കാർ. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഒരു അവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. വർഗീയത ആളിക്കത്തിക്കാൻ VD സതീശന്റെ ഓഫീസിൽ നിന്ന് അയച്ച ഏജന്റാണ് സ്കൂൾ വക്കീൽ എന്ന് DYFI. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലേക്ക്. പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുന്നു. കസ്റ്റഡിയിലെടുത്തത് നിയമം പാലിക്കാതെയെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ. ശബരിമല സന്നിധാനത്തും SIT പരിശോധന. സ്വർണ്ണ മോഷണത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശരണം വിളിച്ചു പ്രതിഷേധിച്ച് മഹിളാ മോർച്ച. അയ്യപ്പ സംഗമത്തിന് ശേഷം വിശ്വാസ സമ്മേളനവുമായി സർക്കാർ. വിശ്വാസം, മൈത്രി, മാനവികത വിഷയങ്ങളിൽ 3 കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തും. പരിപാടിയിൽ മതമേലധ്യക്ഷന്മാരെയും സന്യാസികളെയും പങ്കെടുപ്പിക്കാൻ നീക്കം. നേതാക്കൾക്കെതിരെ തുറന്നടിക്കുന്ന G സുധാകരനെ വിടാതെ CPIM. 2021 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. H സലാം SDPI കാരനാണെന്ന പ്രചാരണത്തിൽ മൗനം പാലിച്ചു. ഉത്തരവാദിത്തം നിറവേറ്റാത്ത സുധാകരനെതിരെ കടുത്ത നടപടിയെടുക്കാത്തത് ദീർഘകാല സേവനം പരിഗണിച്ചെന്നും രേഖ. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അബിൻ വർക്കിക്ക് പിന്നാലെ കടുത്ത അതൃപ്തിയുമായി ചാണ്ടി ഉമ്മൻ. നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രതിഷേധം. തന്നെയും അബിൻ വർക്കിയെയും വെട്ടിയവർ ഒന്നു തന്നെയെന്നും ചാണ്ടി ഉമ്മൻ.
മന്ത്രി KB ഗണേഷ് കുമാറിനെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ. യഥാർത്ഥ ഗണേശൻ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നയാൾ. ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ട് പാര വെച്ചവനാണ് ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ. ഇപ്പൊ എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് സോളാർ കേസ് പ്രതിയെ കാട്ടിയാണ് ഗണേഷ് മന്ത്രിസ്ഥാനം നേടിയതെന്നും വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം. ഗുജറാത്ത് മന്ത്രിസഭയിൽ കൂട്ടരാജി. മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചു. ഭൂപേന്ദ്ര പട്ടേൽ മന്ത്രിസഭ നാളെ പുനഃസംഘടിപ്പിക്കും. 10 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ട്രംപിനെ തള്ളി ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടില്ല. മുൻഗണന ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ ജനതയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യമെന്ന് റഷ്യ. സമാധാന കരാർ നിലവിൽ വന്നിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നതായി ഹമാസ്. 3 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും ആരോപണം. മുഴുവൻ ബന്ദികളുടെയും മൃതദേഹം വിട്ടു നൽകിയെന്നും ഹമാസ് കുറ്റവാളികളെ വിട്ടയച്ചതിൽ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം. ഹിജാബ് തർക്കം മുറുകുന്നു. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിന് പരിഹാരമായിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടാണ് സർക്കാർ ഇന്ന് സ്വീകരിച്ചത്. വിവാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നും സർക്കാർ ആവർത്തിക്കുകയാണ്. ഒരവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെൻറ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയത്. എന്നിട്ട് ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഓരോ വിദ്യാലയവും പ്രവർത്തിക്കേണ്ടത് ഈ നാടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. സർക്കാർ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും മാനേജ്മെന്റും അയ്യുന്നില്ല. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രമേ സ്കൂളിൽ തുടരാൻ അനുവദിക്കൂ എന്ന ഉറച്ച നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ അതേസമയം ഈ സമ്മതപത്രം നൽകിയിട്ടുമില്ല. സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളുമായി ചേർന്ന് ചർച്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തുമെന്ന് തന്നെയായിരുന്നു രാവിലെ പുറത്തു വന്ന വാർത്തകൾ. KCBC നിന്നടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റോ പിന്നീട് നിലപാടൊന്നും പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. എന്തായാലും ആ ഒരു ചർച്ച കുട്ടിയുടെ മാതാപിതാക്കളുമായി ചേർന്ന് നടത്താനുള്ള ഒരു ചർച്ചയിൽ പോലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കുട്ടി ഇന്നും സ്കൂളിലേക്ക് എത്തിയില്ല. ഇന്നും പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടി എത്തില്ല എന്ന് തന്നെ കുട്ടിയുടെ പിതാവ് സ്കൂളിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. പക്ഷേ പരീക്ഷയാണ്, അത് കുട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിൽ പോലും കുട്ടിയോ കുട്ടിയുടെ സഹോദരിയോ ഇന്ന് സ്കൂളിലേക്ക് വിടാൻ മാതാപിതാക്കൾ തയ്യാറായിട്ടുമുണ്ടായിരുന്നില്ല. എന്തായാലും മാനേജ്മെന്റിന്റെ അടുത്ത നിലപാട് എന്തെന്നാണ് ഉറ്റുനോക്കുന്നത്. ഈ ഹിജാബ് ധരിച്ചെത്തില്ല എന്ന് സമ്മതപത്രം വാങ്ങിയതിനു ശേഷം മാത്രമേ കുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന ഉറച്ച നിലപാട് തന്നെയാണ് മാനേജ്മെന്റ്. എന്നാൽ അങ്ങനെ ഒരു സമ്മതപത്രം നൽകില്ല എന്നാണ് കുട്ടിയുടെ പിതാവിന്റെയും തീരുമാനം. ഒരു മധ്യസ്ഥ ചർച്ചകളടക്കം പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും അത് ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. ഈ KCBC വൃത്തങ്ങളിൽ നിന്ന് പോലും KCBC അടക്കം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, കാരണം ഒരു രാഷ്ട്രീയ പാർട്ടികളെ വിഷയത്തെ ഏറ്റെടുത്ത്
ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകി. അതിനാൽ ഈ വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് KCBC നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിനോടോ PTA ഇനിയൊരു പരസ്യ പ്രതികരണം പാടില്ല എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി മാധ്യമങ്ങളെ അടക്കം കണ്ട് പ്രതികരിക്കേണ്ടത് എന്നൊരു നിലപാടിലാണ് KCBC എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഹിജാബ് വിഷയത്തിൽ ഇനി എന്താണ് സ്കൂൾ മാനേജ്മെന്റും അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവും സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് ഏറെ നിർണായകം. ഹിജാബ് വിഷയത്തിൽ രാഷ്ട്രീയമുണ്ട് എന്നുകൂടിയാണല്ലോ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറയുന്നത്. അതേസമയം ഹിജാബ് വിഷയത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് DYFI നേരിട്ട് പറയുകയാണ്. കോൺഗ്രസ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. വർഗീയത ആളിക്കത്തിക്കാൻ VD സതീശന്റെ ഓഫീസിൽ നിന്നും അയച്ച ഏജന്റാണ് വക്കീൽ. സ്കൂളുകളിൽ ശിരോവസ്ത്രം ധരിച്ചു പോകുന്നത് സാധാരണമാണ് എന്നും VK സനോജ് പറഞ്ഞു. മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയത് കൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട്. സർക്കാരും ഇടത് യുവജന സംഘടനകളുമൊക്കെ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുമ്പോഴും ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല അവരുടെ നിലപാട്. കഴിഞ്ഞ ദിവസം തന്നെ ദീപികയുടെ മുഖപ്രസംഗത്തിൽ വന്നതാണ് ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ ഉള്ള സ്ഥാപനങ്ങളിൽ മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അത് നിർമ്മല സ്കൂളിലെ നിസ്കാരമുറി തുറന്നു നൽകണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ മുഖപ്രസംഗം. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിൽ ഉള്ള സ്ഥാപനങ്ങൾക്കെതിരായ നീക്കങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് സഭകൾ. മെക്കാനിക്കൽ സഭകളുടെയും അതോടൊപ്പം തന്നെ ഈ എഡ്യൂക്കേഷൻ സെന്ററുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ KCBCയുടെ എഡ്യൂക്കേഷണൽ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ന്യൂസ് 8-ന് നൽകുകയും ചെയ്തതാണ്. ഈ നീക്കങ്ങളൊക്കെ ആസൂത്രിതമാണോ എന്നതടക്കം പഠിച്ച് തുടർ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സഭകളുടെ ആലോചന. സഭാ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്നത് ഏതെങ്കിലും ഒറ്റപ്പെട്ട നിലയിലുള്ള സംഭവമല്ല എന്ന വിലയിരുത്തലാണ് പാലായിൽ നടന്ന എക്യുമെനിക്കൽ സഭകളുടെ യോഗം അതിലൊരു ചർച്ചയുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കണം എന്നൊരു തീരുമാനത്തിൽ സഭകൾ എത്തിയത്. കേവലം കത്തോലിക്ക സഭ മാത്രമല്ല, ഓർത്തഡോക്സ് ഉൾപ്പെടെയുള്ള വിവിധ മറ്റ് സഭകൾ, ക്രൈസ്തവ സഭകളും ചേർന്നുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഹൗസിൽ ഇങ്ങനൊരു യോഗം ചേർന്നത്. അതിനെ തുടർന്ന് ഇങ്ങനൊരു വിശദമായ പഠനം, ഇതിൻ്റെ പ്രത്യാഘാതമെന്ത്, ഇനിയും ഇത് ഉണ്ടായാലെങ്ങനെ, അങ്ങനെയുള്ള വിശദമായ ഒരു പഠനം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് സഭകൾ എത്തിയത്. ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ്. പള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ സഭകൾ ഇതിൽ കുറച്ചുകൂടെ വിശദമായ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പാലായിൽ നടന്ന യോഗത്തിൽ വിവിധ അധ്യക്ഷന്മാർ, എല്ലാ സഭകളുടെ അധ്യക്ഷന്മാരല്ല, ബിഷപ്പുമാരൊക്കെയാണ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതാത് സഭകളിൽ കുറച്ചുകൂടി ചർച്ചകൾ നടത്തുക, അതിനുശേഷം ഇത് സംബന്ധിച്ച അന്തിമമായൊരു വ്യക്തത, ഏത് തരത്തിലാണ് സമിതി രൂപീകരിക്കേണ്ടത്, അതിൽ ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ച് ഒരു അന്തിമമായ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ എന്തായാലും സമിതി രൂപീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ്. ഈ പള്ളുരുത്തി സംഭവം മാത്രമല്ല, അതിനു മുൻപ് കോതമംഗലത്തും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ പ്രാർത്ഥനയ്ക്കുള്ള മുറി വേണം എന്ന ആവശ്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആവശ്യവുമായി മുന്നോട്ട് വന്നതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അന്ന് ഉയർന്നു വന്നതാണ്. ഇതൊരു തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത് ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്ത് എന്ന ചർച്ചകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാനോ പ്രകോപനപരമായി എന്തെങ്കിലും പറയാനോ ഒന്നും ഇപ്പോൾ സഭകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഈ വിവിധ സഭാധ്യക്ഷന്മാരും രൂപതാധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും സഭകൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണമോഷണ വിവാദത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൂത്രധാരൻ എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.
വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ആണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നായിരുന്നു പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തത്. മണിക്കൂറുകളായി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ആദ്യ എഫ്ഐആറിലെ ഒന്നാം പ്രതിയായ പ്രതിപട്ടികയിൽ ഒന്നാമതുള്ള വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടന്നത്. വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിന് വേണ്ടിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിനുശേഷം രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ തന്നെ ഈ സംഭവങ്ങളിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അതോടൊപ്പം ആരുടെയെങ്കിലും ബിനാമിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത്, അതോടൊപ്പം മറ്റേതെങ്കിലും തരത്തിൽ സമാനമായ തരത്തിലുള്ള തട്ടിപ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നത്. അതിൽ വ്യക്തമായ മറുപടികൾ നൽകമാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടികൾ തിടുക്കത്തിലായിരിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉദ്വേഗത്തോടെ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പല കേസുകളുണ്ട്. ഇതിൽ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐആറുമായി ബന്ധപ്പെട്ട ആണ് 2 കേസുകളിൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുമെന്ന സൂചനകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതേ സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തും പരിശോധന നടത്തി. SP ശശിധരന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം ആണ് സന്നിധാനത്ത് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തിയത്. ശശിനാരായണൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, വിശദമായ പരിശോധനകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളും ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലുമുള്ള പരിശോധനകൾ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ ഈ പ്രത്യേക അന്വേഷണ തലത്തിൽ വലിയ രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ സന്നിധാനം നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും സന്നിധാനം നടത്തി. എന്തായാലും ഈ പ്രധാനമായും രേഖകളാണ് പരിശോധിച്ചത്. അതായത് മകസ്തറുകളും രജിസ്റ്ററുകളും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ഒപ്പം ഈ വിജിലൻസ് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു പരിശോധന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ SP ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് നടന്നത്. എന്തായാലും ഈ സ്വർണ്ണ കട്ടളയും ഒപ്പം ഈ പാളിയും അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പാലകരുടെ ഈ സ്വർണ്ണം പൂശിയ വിഷയം, ഇതെല്ലാം ഈ രജിസ്റ്ററുകളിലെല്ലാം പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ കൊണ്ട് എത്തിച്ച് നാളെ ഈ ശ്രീകോവിലേക്ക് വിൽക്കുന്ന ഈ സ്വർണ്ണ ദ്വാരപാലകളുടെ ബിംബം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാമാണ് വിശദമായ പരിശോധന ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ പരിശോധന വ്യാപകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിന്റെ റിപ്പോർട്ട് കൈമാറുക. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ നിർണായകമായ ഒരു പരിശോധനയാണ് കാണുന്നത്. കാരണം ദേവന് ലഭിച്ചിട്ടുള്ള ശബരിമല അയ്യപ്പന് ഭക്തർ സമർപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് സ്വർണം, അതുപോലെ മറ്റു കാര്യങ്ങൾ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള ഇതെല്ലാം ഈ രേഖകളിലുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നാൽ കൃത്യമായ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. KT ശങ്കറിന്റെ നേതൃത്വത്തിൽ 2-3 ദിവസമാണ് സന്നിധാനത്ത് പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയും ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതി തന്നെയാണ് ഇങ്ങനെയൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾക്കും സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രമേൽ സൂക്ഷ്മമായി ഈ വിഷയത്തിന്മേലുള്ള പരിശോധനകൾ തുടരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ, അതായത് സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ്. പ്രതിപക്ഷ സംഘടനകൾ ആണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നിരുന്നു. ഈ അഴിമതിക്കാരായിട്ടുള്ള, അതോടൊപ്പം തന്നെ സ്വർണം മോഷ്ടിച്ചിട്ടുള്ള കള്ളന്മാരെ പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ആ മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു.
നൂറുകണക്കിന് സ്ത്രീകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധമെന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ സർക്കാരിന് വലിയ കോട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് CPIയും സർക്കാരുമൊക്കെ വളരെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതിനൊരു പരിഹാരം കൂടി എന്ന നിലയിലായിരിക്കണം ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സമ്മേളനവുമായി സർക്കാർ രംഗത്ത് വരികയാണ്. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ 3 കേന്ദ്രങ്ങളിൽ ആണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയിൽ നടക്കുന്ന പരിപാടിയിൽ മത മേലധ്യക്ഷന്മാരും സന്യാസിമാരും പങ്കെടുക്കും. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം, NSSുമായുള്ള പിണക്കം തീർക്കൽ, SNDPയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കൽ, ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായ നിലപാട് മാറ്റൽ. ഇതിനൊക്കെ പിന്നാലെയാണ് ഇടതു സർക്കാർ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിപുലമായ സമ്മേളനങ്ങൾ വിളിക്കുന്നത്. വളരുന്ന വർഗീയ രാഷ്ട്രീയത്തെയും മതരാഷ്ട്രവാദത്തെയും തെറ്റായ ആശയങ്ങളെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനങ്ങളെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. യഥാർത്ഥ വിശ്വാസികൾ വർഗീയതയ്ക്കെതിരാണെന്ന സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ. സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് കലാസാംസ്കാരിക പ്രവർത്തകർ, മതവിശ്വാസികൾ, മതനേതാക്കൾ, സമുദായ പ്രവർത്തകർ, സാഹിത്യ നായകന്മാർ, കായിക പ്രതിഭകൾ എന്നിവരെയാകും. സന്യാസിമാർ, മതമേലധ്യക്ഷന്മാർ, നവോത്ഥാന സന്ദേശവാഹകർ എന്നിവർ പ്രഭാഷകരായി എത്തുമെന്നും സാംസ്കാരിക മന്ത്രിയുടെ ക്ഷണക്കത്തിൽ വ്യക്തമാക്കുന്നു. നവംബർ 4 കോഴിക്കോടാണ് ആദ്യ പരിപാടി. മതരാഷ്ട്രവാദത്തിന് എതിരെന്ന് പറയുന്നത് കൊണ്ട് തന്നെ സമ്മേളനങ്ങളുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയും SDP പോലുള്ള തീവ്ര നിലപാടുകളുള്ള മുസ്ലിം സംഘടനകളാണെന്ന് വ്യക്തം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഈ സംഘടനകൾ UDFനെയാകും പിന്തുണയ്ക്കുന്നതെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മുസ്ലിം സമുദായത്തിലെ മതേതര ബോധമുള്ളവർ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനം കൂടിയാണ് ഈ സമ്മേളനങ്ങളിലൂടെ സർക്കാരും CPMും മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസത്തെയും വിശ്വാസികളെയും വിട്ടൊരു കളിക്കുമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ മതേതര സർക്കാർ. ആദ്യം ആഗോള അയ്യപ്പ സംഗമം, ഇപ്പോൾ വിശ്വാസ സമ്മേളനങ്ങളും. സംസ്ഥാനത്തെ വിശ്വാസ സമൂഹവും വിശ്വാസത്തിന്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന സാമുദായിക നേതൃത്വങ്ങളും ഇടതുമുന്നണിയെ, ഈ സർക്കാരിനെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് കാത്തിരുന്നു കാണണം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. VV അരുണിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഈ സമുദായ നേതാക്കളും സംഘടനകളും ഒക്കെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കും സർക്കാരിനെ എന്നുള്ളതാണ് സംശയമെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില ആളുകൾക്ക് CPIയുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസക്കുറവുകളുണ്ട്. അത്തരം ചില പരസ്യ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ വായടപ്പിക്കാനാണ് ഇപ്പോൾ CPIന്റെ ശ്രമം. സുധാകരനെതിരെ കുറ്റപത്രവുമായി പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പാർട്ടി അച്ചടക്ക നടപടിയും പരാമർശിക്കുന്ന രേഖയുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി H. സലാം SDPIക്കാരനാണ് എന്ന പ്രചാരണത്തിൽ സുധാകരൻ മൗനം പാലിച്ചുവെന്നും മണ്ഡലത്തിലെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നതും അടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ട്. പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചതും ദീർഘകാലത്തെ സേവനവും പാർട്ടിയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ വിമർശനങ്ങൾ അതായത് സലാമിനെതിരേക്ക് ഉയർന്നുവെങ്കിലും അദ്ദേഹത്തിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ദീർഘകാലമായി സുധാകരനെ പോലെയുള്ള ഒരാൾ പാർട്ടിയിൽ വലിയ സേവനം ആണ് നടത്തിയത് എന്നുള്ള ഒരു സാഹചര്യവും പരിശോധിച്ചുകൊണ്ടാണ് പരസ്യ ശാസനയിൽ ഈ വിഷയത്തെ ഒതുക്കിയത് എന്നുമാണ് രേഖയിൽ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ കേന്ദ്രീകരിച്ച് സുധാകരൻ നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട സുധാകരന്റെ പ്രതികരണങ്ങളും ഒക്കെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരായ സജി ചെറിയാനും CS സുജാതയും ഒക്കെ ഉള്ളപ്പോൾ ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അവർ യാതൊരുവിധ പ്രതികരണവും അവർ നടത്തുന്നില്ല എന്നുള്ള വിമർശനം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടെ സജി ചെറിയാൻ സുധാകരൻ പാർട്ടിയുമായി ചേർന്ന് പോകണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പരസ്യമായി ഒരു പ്രസ്താവന നടത്തുന്നു. ഒപ്പം തന്നെ R. നാസർ KPCC വേദിയിലെത്തി സുധാകരൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വിമർശനം നടത്തിയത് ശരിയായില്ല എന്നുള്ള പ്രതികരണം നാസറിന്റെ ഭാഗത്തു നിന്നും ന്യൂസ് 18 ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഈ ഒരു പോര് സുധാകരനും സജി ചെറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരു പോര് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സജി ചെറിയാൻ തന്നെ തിരുത്താൻ പ്രത്യയശാസ്ത്രപരമായ ഒരു അറിവ് സജി ചെറിയാന് ഉണ്ടെന്ന് ജനം വിശ്വസിക്കുന്നില്ല എന്ന് സുധാകരൻ തുറന്നടിക്കുന്നു.
അറിയിക്കുക കൂടി ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെയോടെ അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജി സുധാകരൻ തിരുവനന്തപുരത്ത് ജി സുധാകരനെതിരെ 4 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എളമരം കരീം അന്വേഷണ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ട് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പാർട്ടി രേഖയാണ്, രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തു പോയി അതിൽ ജി സുധാകരനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആ കമ്മീഷന്റെ കണ്ടെത്തലായി ഉണ്ട് എന്നുള്ള ഭാഗം ഉൾക്കൊള്ളുന്ന PDF ഫയലാണ് പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് എത്തിയത്. ഇതിന് പിന്നിൽ അത്തരത്തിലൊരു ജി സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ജി സുധാകരൻ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന H സലാമിനെതിരെ പ്രവർത്തിച്ചു എന്ന് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്തലുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത്. അതോടുകൂടി ഇത് മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു ഗുരുതരമായ വിഷയത്തിലേക്ക് CPM-നുള്ളിൽ ആലപ്പുഴയിൽ അത് മാറുകയും ചെയ്തു. സുധാകരൻ കടുത്ത അതൃപ്തി അത് പാർട്ടി കേന്ദ്രങ്ങളെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട്, അതും രഹസ്യമായി സൂക്ഷിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഈ 4 വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നതിന് പിന്നിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തർക്കങ്ങൾ നടക്കുമ്പോൾ അത് പുറത്തേക്ക് വന്നതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആർ നാസർ വ്യക്തമാക്കിയത്. മാത്രമല്ല അതിന് പിന്നിൽ സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു ബോധപൂർവം ആസൂത്രിതമായ ഒരു ഇടപെടൽ അതിന് പിന്നിൽ ഉണ്ട് എന്നും ആർ നാസർ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തുറന്നടിച്ചു. അത് നമ്മൾ ചർച്ച ചെയ്ത് ഒരു പരാതിസ്ഥാനത്ത് അന്വേഷണം വെച്ച് പാർട്ടിയിലെ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചു. എന്തെങ്കിലും അവസാനിപ്പിച്ചു. പിന്നിപ്പം അതിപ്പോൾ വന്ന് എന്തായാലും എനിക്കറിയില്ല, അത് അന്വേഷിക്കും. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള അന്വേഷിക്കും. ആ റിപ്പോർട്ട് അങ്ങനെ ആരുടെയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ല, വർഷങ്ങളോടായില്ല. അതാരാണ് ബോധപൂർവ്വം കൊടുക്കുന്നതാണ്. അതാരാണത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ അതിൻ്റെ പുറകിലുണ്ട്. എന്താ വെച്ചാൽ ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അതിനുള്ള പ്ലാനോടും കൂടി നടത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? തന്നെ കുറ്റക്കാരനാക്കുന്ന റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാധ്യമങ്ങളുടെ കയ്യിലേക്ക് എത്തിയതോടുകൂടി ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തോട് കൂടുതൽ രോഷകുലനാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് CPM ജില്ലാ സെക്രട്ടറി അടക്കം അത് മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നുള്ള സൂചന ലഭ്യമായതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടി CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇത്തരത്തിൽ സുധാകരനെതിരെ നടക്കുന്നത് ഒരു ആസൂത്രിത ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ സുധാകരന്റെ വീട്ടിലേക്ക് എത്തിയെന്ന് ാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ എത്തിയാണ് സുധാകരനുമായി അനുനയ ശ്രമങ്ങൾക്കുള്ള ചർച്ചകൾ നടന്നത്. ഒപ്പം താൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ച കൃത്യമായി നാസറിനോടും ഒപ്പം CS സുജാതയോടും ജി സുധാകരൻ സംസാരിച്ചു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടി ആർക്കൊക്കെ എതിരെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണമെന്നും ആർ നാസറിനോട് ജി സുധാകരൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതരത്തിലുള്ള പൊട്ടിത്തെറികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജി സുധാകരനെ അപമാനിക്കുന്ന രീതി ശരിയല്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ പരസ്യ ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെയായി രംഗത്തെത്തിയിട്ടുണ്ട്. ജി സുധാകരനെ അനുകൂലിക്കുന്ന ആളുകളും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ സൈബർ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ആളുകളും ഉൾപ്പെടെ ഉള്ള 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇത് പാർട്ടിക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായി ഇപ്പോൾ ആലപ്പുഴയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. CPM-നുള്ളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള അതൃപ്തരുണ്ട്. ആ അതൃപ്തരുടെ വായടപ്പിക്കാനാണ് ശ്രമമെങ്കിൽ യൂത്ത് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെയും അതൃപ്തി പുകയുകയാണ്. അത് അബിൻ വർക്കി പരസ്യമായി തന്നെ പുറത്ത് പറഞ്ഞതാണ് എങ്കിൽ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കടുത്ത പ്രതിഷേധവുമായി ചാണ്ടി ഉമ്മനും രംഗത്തെത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ആയിരുന്നു ഈ അതൃപ്തി പരസ്യമാക്കിയത്. തൻ്റെ സ്ഥാനചലനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കാതിരിക്കാൻ ചരട് വലിച്ചത് എന്ന നിലപാടിൽ ആണ് ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയും എന്നും ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ, വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ
ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് ചാണ്ടി ഉമ്മൻ അപ്രതീക്ഷിതമായി വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയത്. കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിലാണ് തന്നെ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പുറത്താക്കിയത്. രാജിവെച്ച ഒഴിയാൻ പറഞ്ഞതെങ്കിൽ താൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് പകരം തന്നെ അറിയിക്കാതെ അപമാനിക്കുന്നതിന് തുല്യമായൊരു ഇടപെടലാണ് ഉണ്ടായത് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചത്. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പുറത്താക്കിയവർ തന്നെയാണ് അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന പരോക്ഷമായ സൂചന നൽകിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവര് സാഹചര്യം ഞാനിപ്പോ വിശദമാക്കുന്നില്ല. ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയും. അതായത് ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു, ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ആ പവർ ഗ്രൂപ്പിന്റെ ഒപ്പം നിൽക്കാത്തവരെയെല്ലാം വെട്ടിനിർത്തുന്ന ഒരു സമീപനമാണ് എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന വിമർശനം പരസ്യമായി ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ നടത്തിയത് ചാണ്ടിയുടെ മാത്രം ഒരു വികാരമല്ല, അതിനപ്പുറത്തേക്ക് ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നേതൃത്വത്തെ തങ്ങളുടെ അമർഷം ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. അവിടെ ഉയർത്തിക്കാണിച്ചതും ഇതേ പ്രശ്നം തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ചാണ്ടി ഇന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാന കോൺഗ്രസിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അബിൻ വർക്കിക്ക് പുതിയ ഒരു ചുമതല ദേശീയ തലത്തിൽ സംസ്ഥാനത്തിരുന്ന് തന്നെ പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ഘടകവിരുദ്ധമായ ഒരു പ്രതികരണം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എടുത്തു പറയേണ്ട കാര്യം, ആരാണ് തന്നെ ഒരു പ്രധാന പദവിയിൽ നിന്ന് നീക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യം താൻ വെളിപ്പെടുത്തും. പക്ഷേ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ അതൊരു പാർട്ടിക്കുള്ള മുന്നറിയിപ്പായി കൂടി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെതിരെ ഗ്രൂപ്പുകൾക്കതീതമായി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഒന്നിക്കുന്നുവെന്നതിന്റെ സൂചനയായി വേണം ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തെ വ്യാഖ്യാനിക്കാൻ. എന്തായാലും യുവ നേതാക്കൾ ആണ് ഇത്തരത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് വരുന്നത് എങ്കിൽ കോൺഗ്രസിലെ തന്നെ യുവ നേതാവ് ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ആക്രമണത്തിന് പോലീസിന്റെ അതിക്രമത്തിന് ഇരയായ സംഭവമായിരുന്നു പേരാമ്പ്രയിൽ ഉണ്ടായത്. എന്നാൽ അവിടെ പോലീസിന്റെ ഭാഷ്യം മറിച്ചാണ്. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ഈ പോലീസിന്റെ വാദങ്ങൾ എല്ലാം തള്ളിക്കളയുകയാണ് കോൺഗ്രസ്. പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ വെടിമരുന്നിന്റെ അംശം കണ്ടെത്തിയെന്ന പോലീസ് വാദമാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ഗ്രനേഡ് എറിഞ്ഞത് പോലീസ് മാത്രമാണ് എന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് പുതിയ ദൃശ്യങ്ങളും പുറത്തുവിട്ടു കഴിഞ്ഞു. പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന് ആരോപിച്ച് DCC നേതൃത്വത്തിൽ പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം നടത്തുകയും ചെയ്തു. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ UDF പ്രവർത്തകർ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന CPM ആരോപണം ശക്തമാക്കുകയും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തതോടെയാണ് പ്രതിരോധം ശക്തമാക്കി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഒരു തരത്തിലുമുള്ള സ്ഫോടക വസ്തു പോലീസിനെതിരെ എറിഞ്ഞില്ല. പോലീസുകാർ മാത്രമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. പോലീസുകാർ നിൽക്കുന്ന ഇടത്തേക്ക് ഈ സ്ഫോടക വസ്തു വീഴുകയും പൊട്ടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഒപ്പം DYSP ഹരിപ്രസാദ് ഒരു കൈയിൽ ലാത്തിയും മറു കൈയിൽ ഗ്രനേഡുമായി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. പോലീസ് നിൽക്കുന്ന ഭാഗത്തു നിന്നും അതായത് ഗ്രനേഡ് പൊട്ടുന്നു, പുക വരുന്നു. ആ പുകയിൽ ആകെ ബുദ്ധിമുട്ടുന്നു അവിടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ മൂക്കുപൊത്തി ചെവിപൊത്തി കണ്ണുപൊത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ അതേ ഭാഗത്തുനിന്നും ഒരു സ്ഫോടക വസ്തു വരുന്നു, നിരത്തിലിടുന്നു, പൊട്ടിത്തെറിക്കുന്നു. ആ വിഷയം പുറത്തുവിട്ടത് അല്ല. പോലീസിനോട് രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പ്രകടനം തടഞ്ഞ് ആയിക്കോട്ടെ രണ്ടാമതാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോ പറഞ്ഞോ അവിടെ സ്ഫോടക വസ്തു പൊട്ടി എന്നുള്ളത് സത്യമാണ്. എറിഞ്ഞത് പോലീസാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്.
ഷാഫി പറമ്പിലിനും KC വേണുഗോപാൽ MP-ക്കും എതിരായ TP ജയരാജന്റെയും TP രാമകൃഷ്ണന്റെയും ഇന്നലെ നടന്ന വിശദീകരണ യോഗത്തിലെ പരാമർശങ്ങൾക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സ്വന്തം കൈയും കാലും പാർട്ടി പ്രവർത്തകർ വെട്ടാതെ നോക്കണമെന്നായിരുന്നു ഇതിൽ DCC പ്രസിഡന്റ് പരാമർശം. ഒപ്പം ഈ CPM നേതാക്കളുടെ ആഹ്വാനം കേട്ട് ആരെങ്കിലും അക്രമത്തിനിറങ്ങിയാൽ അതിന്റെ പരിണത ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് KM അഭിജിത്തും വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കൾ അവിടെ വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന്, അത് ഒന്നെങ്കിൽ ഗ്രനേഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടിയർ ഗ്യാസോ ആണ് എന്നും വ്യക്തമാണ്. ഇനി സ്ഫോടക വസ്തുക്കൾ UDF കോൺഗ്രസ് പ്രവർത്തകർ ഉപയോഗിച്ചു എന്നും പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അത്തരം ദുർബലമായ വാദങ്ങളൊക്കെ വെച്ച് CPM നടത്തുന്ന ജനാധിപത്യ അട്ടിമറി അതിനൊത്തുകൊണ്ട് പേരാമ്പ്രയിലെ പോലീസ്, പ്രത്യേകിച്ച് വടകര SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായിസം, അതിനെ മറച്ചുവെക്കാനുള്ള ചില കഥകളാണ് CPM പ്രചരിപ്പിച്ചത്. അതൊന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ അവരുടെ കല്ലുവെച്ച നുണകൾ ഷീറ്റ് കൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസിന് നേരെ സ്ഫോടകവസ്തു എറിഞ്ഞെന്ന് ആരോപിച്ച് 5 UDF പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നടത്തിയ ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടിയുമായി നീങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ ഷാഫി പറമ്പലിന് പരിക്കേൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസും CPM തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വളരെ ശക്തമായി നീങ്ങുന്നതിനിടെയാണ് കേസിലെ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഷാഫിക്കെതിരെ അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കോൺഗ്രസ് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം വടകര SP-യുടെ വീട്ടിൽ നിന്നും ഉപരോധ സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഷ്ട്രീയ വാർത്തകൾ ഇനിയുമുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മന്ത്രി KB ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായ ഭാഷയിൽ ആയിരുന്നു ഇന്ന് പരിഹസിച്ചത്. എന്തായിരുന്നു അത് എന്ന് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സോളാർ കേസ് പ്രതിയെ വെച്ച് നേടിയെടുത്തതാണ് ഗണേശന്റെ മന്ത്രിസ്ഥാനം. അവരെ ഇപ്പോൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിനാണ് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിന്റെ പ്രതിഫലം അല്ല ഞങ്ങൾ എല്ലാവർക്കും അറിയാല്ല. മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി, MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കുന്നുണ്ടാവും. എത്ര ശബ്ദിച്ച് കഴിയല്ലോ, മരുന്ന് മേടിക്കാൻ കാശുണ്ടാവും. അറിയാമോ എനിക്ക് പിരിവാർത്തി എന്തിനാ പിരിവാണ്? ഇയാൾക്ക് കാശ് കൊടുത്തൂടെ? ഇയാൾ വേണ്ട, ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ. മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താം. നിങ്ങൾ തിരക്ക് നോക്കി അയാൾ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സർവീസ് ശരണ്യ. ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തത്. നിയമചട്ടയായിട്ട് ബാധകമല്ല, പേടിയാണ്, ആരും മിണ്ടത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനും. ഇന്ന് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല, അത് വേറെ കണ്ടവലിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. നിങ്ങളിത് തന്നെ എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാത് ശിവൻ്റെതല്ലേ, പുത്രനല്ലേ, ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിക്ഷിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടാകും? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച്. ഇനിയും നമ്മൾ രാഷ്ട്രീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ അത് ദേശീയ തലത്തിൽ നിന്നാണ്. ഗുജറാത്ത് മന്ത്രിസഭയിൽ അഴിച്ചുപണി. ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും രാജി സമർപ്പിച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈ രാജി നൽകിയിട്ടുള്ളത്. നാളെ 10 പുതിയ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന. വിശദാംശങ്ങളുമായി മനു ഭരത് ആണ്
ചേരുന്നത്. മനു, ഗുജറാത്ത് മന്ത്രിസഭയിലെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പൊതുവിൽ BJP സ്വീകരിക്കുന്ന ഒരു നിലപാടും ആണിത്. പലപ്പോഴും ഈ പ്രകടനം മോശമാകുമ്പോൾ ഒരു മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുന്നു എന്ന സൂചനകൾ ലഭിച്ചാൽ ഉടനെ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാക്കുക. പലപ്പോഴും മുഖ്യമന്ത്രിമാരെ അടക്കം അത്തരത്തിൽ മാറ്റാറുണ്ട്. അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പ് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അടക്കം മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ BJP തയ്യാറെടുക്കാറുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ വാർത്തകളിൽ കാണുകയും ചെയ്യാറുള്ളതാണ്. ഇപ്പോഴിതാ ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ രാജി നൽകിയിട്ടുള്ളത്. നാളെ തന്നെ പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ 10 പേർ പുതിയ മന്ത്രിമാർ ആകും എന്നുള്ളതാണ് സൂചന. മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്തായിരുന്നു ഇപ്പോഴിങ്ങനെ ഈ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം? વિજય મુહૂર્તની અંદર નવા મંત્રીમંડળની શપથવિધિને થવાનું છે. એના ഇനി അടുത്ത വാർത്ത നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ ഉള്ളടക്കം എന്നത് ട്രംപിനെ വീണ്ടും തള്ളുകയാണ് ഇന്ത്യ എന്നതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തും എന്ന നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും വലിയ തോതിൽ ആ വിഷയം ചർച്ചയായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഊർജ ഇറക്കുമതി സാമ്പത്തിക നേട്ടത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രൺദീപ് ജയ്സ്വാൾ ആണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇറക്കുമതി നിർത്തുകയോ ചെയ്യും എന്ന് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ വ്യക്തമാക്കിയൊരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് ഇമെയിൽ വഴി ഇന്ത്യൻ അംബാസിഡറോട് ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന്. ഇന്ത്യൻ അംബാസിഡർ അതിൽ പ്രതികരിച്ചിരുന്നില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ കോൺഗ്രസും ആയുധമാക്കി മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപാണോ തീരുമാനിക്കുന്നത് എന്ന ചോദ്യം ആയിരുന്നു അവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ട്രംപിനെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ഈ ഒരു വിവാദം ശക്തമായ പശ്ചാത്തലത്തിൽ ആണ് വിദേശകാര്യ വകുപ്പ് ഇതിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഉറപ്പും ട്രംപിന് നൽകിയിട്ടില്ല എന്നാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ഇനി നമ്മൾ വീണ്ടും തിരികെ എത്തുന്നത് കേരളത്തിലേക്ക് തന്നെയാണ്. KPCCക്ക് വീണ്ടും ജംബോ പട്ടിക എന്നതാണ്. പുനഃസംഘടനയിൽ 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരുമാണ് ഉള്ളത്. 6 അംഗങ്ങളെ ഉൾപ്പെടുത്തി രാഷ്ട്രീയകാര്യ സമിതി വിപുലീകരിക്കുകയും ചെയ്തു. കിരൺ ആണ് ചേരുന്നത്. കിരൺ, ഈ ജംബോ പട്ടിക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതുമ ഉള്ള ഒന്നല്ല. പക്ഷേ ഇടയ്ക്ക് സുധാകരൻ അധ്യക്ഷ പദവിയിലിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇതിന് മറ്റൊരു സ്വഭാവം നൽകേണ്ടതുണ്ട്, കേഡർ സ്വഭാവം നൽകേണ്ടതുണ്ട് എന്നതൊക്കെ. അങ്ങനെ ഒരു കേഡർ സ്വഭാവത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ ജംബോ പട്ടിക ചുരുങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ജംബോ പട്ടികയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചത് ഏത് സാഹചര്യത്തിലാണ്?
അഭിലാഷ്, KPCCയുടെ ഭാരവാഹി പട്ടിക പുനഃസംഘടന പുറത്തു വന്നിരിക്കുന്നു. ജംബോ പട്ടിക എന്ന് ആവർത്തിച്ച് ജംബോ ജംബോ എന്ന് പറയേണ്ട അവസ്ഥയിലാണ്. 6 പേരെ കൂടിയാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലേക്ക്, രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എടുത്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായി ഉള്ളത് 13 പേരാണ്. പ്രധാനപ്പെട്ട നേതാക്കളും രണ്ടാം നിര നേതാക്കളും അടക്കം അടങ്ങുന്നതാണ് വൈസ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ്. ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് നീണ്ടുപോവുകയാണ്. അത് 58 ജനറൽ സെക്രട്ടറിമാർ എന്നാണ് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ജംബോ കമ്മിറ്റി തന്നെയായിരിക്കും. കേരളത്തിൽ സാധാരണഗതിയിൽ സെക്രട്ടറിമാരുടെ എണ്ണമൊക്കെ ഇങ്ങനെ നീണ്ടുപോകാറുണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറിമാർ 58 പേർ എന്ന് പറഞ്ഞാൽ ഒന്നാം നിര നേതാക്കളായി തന്നെ ഈ ഏകദേശം 100ഓളം പേരുണ്ടോ എന്നുള്ള സംശയം പോലും ജനിപ്പിക്കുന്ന തരത്തിലേക്കാണ്. എല്ലാ തരത്തിൽ എവിടെ നിന്നൊക്കെ പരിഗണന വന്നോ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഗ്രൂപ്പുകൾ ഇല്ല എന്ന് പറയുമ്പോൾ, ഗ്രൂപ്പുകൾക്ക് പണ്ടുണ്ടായിരുന്നപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ ഗ്രൂപ്പ് മാറി എല്ലാ നേതാക്കളുടെയും, ഓരോ ഗ്രൂപ്പിലെയും വിവിധ നേതാക്കളുടെ നോമിനികളെല്ലാം ഉൾപ്പെടുത്തി എന്ന് വേണം കരുതാൻ. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MBA ഉൾപ്പെടുത്തിയിരിക്കുന്നു, VK ശ്രീകണ്ഠൻ MBA ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഡീൻ കുര്യാക്കോസ് MBA ഉൾപ്പെടുത്തിയിരിക്കുന്നു, പന്തളം സുധാകരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, മുൻ MLA പന്തളം സുധാകരൻ, CP മുഹമ്മദിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, AK മണിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇത്രയും പേരെയാണ്, 6 പേരെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ്, പന്തളം സുധാകരൻ, AK മണി, CP മുഹമ്മദ്, ഇങ്ങനെ 6 പേരെ കൂടി രാഷ്ട്രീയ കാര്യ സമിതിയിലേക്ക് അടിയന്തരമായി എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉന്നത അധികാര സമിതി എന്ന നിലയ്ക്കാണ് രാഷ്ട്രീയകാര്യ സമിതി തുടങ്ങിയത്. VM സുധീരൻ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അധികാര പദവികൾ കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അതിപ്പോൾ തുടരുകയും അതും ഒരു ജംബോ സമിതിയായി മാറുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അന്ന് 10 പേരെ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും 6 പേരെ കൂടി വെച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരായി ഉള്ളത് 13 പേരാണ്. T ശരത്ചന്ദ്ര പ്രസാദിന് ദീർഘകാലത്തിന് ശേഷം ഒരു സുപ്രധാനമായ പദവി കിട്ടിയിരിക്കുന്നു. ഹൈബി ഈഡൻ MB വൈസ് പ്രസിഡന്റ് ആവുന്നു. പാലോട് രവി വൈസ് പ്രസിഡന്റ് ആവുന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്ന പാലോട് രവി ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. VT ബൽറാം മുൻ MLA വൈസ് പ്രസിഡന്റ് ആവുന്നു. VP സജീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ആവുന്നു. മാത്യു കുഴൽനാടൻ വൈസ് പ്രസിഡന്റ് ആവുന്നു. D സുഗതൻ ആലപ്പുഴയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ആവുന്നു. രമ്യ ഹരിദാസ് വൈസ് പ്രസിഡന്റ് ആവുന്നു. M ലിജു വൈസ് പ്രസിഡന്റ്, A ഷുക്കൂർ, M വിൻസെന്റ്, റോയ് K പൗലോസ്, ജെയ്സൺ ജോസഫ് എന്നിവരാണ്. നേരത്തെ ലിജു കുറച്ചുപേർ മാത്രമുണ്ടായിരുന്ന സമിതിയിലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ഉണ്ടായിരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി വരുന്നു M ലിജു. അങ്ങനെ 13 വൈസ് പ്രസിഡന്റുമാരാണ്. ജനറൽ സെക്രട്ടറിമാരുടെ പേര് വായിച്ചു കഴിഞ്ഞാൽ പഴകുളം മധു, ടോമി കല്ലാനി, K ജയന്ത്, MM നസീർ, ദീപ്തി മേരി വർഗീസ്, BA അബ്ദുൽ മുത്തലിബ്, PM നിയാസ്, ആര്യാടൻ ഷൗക്കത്ത്, നെയ്യാറ്റിങ്കര സനൽ, PA സലീം, KP ശ്രീകുമാർ, TU രാധാകൃഷ്ണൻ, ജോസി സെബാസ്റ്റ്യൻ, സോണി സെബാസ്റ്റ്യൻ, MB വിൻസെന്റ്, ജോസ് വള്ളൂർ, C ചന്ദ്രൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ, P മോഹൻരാജ്, ജ്യോതികുമാർ ചാമക്കാല, MJ ജോബ്, S അശോകൻ, മണക്കാട് സുരേഷ്, KL പൗലോസ്, MA വാഹിദ്, രമണി P നായർ, ഹക്കീം കുന്നിൽ, അലിപ്പറ്റ ജമീല, ഫിലിപ്സ് മാത്യു, V ബാബുരാജ്, A ഷാനവാസ് ഖാൻ, K നീലകണ്ഠൻ, ചന്ദ്രൻ ജില്ലങ്കേരി, P ജെർമിയാസ്, അനിൽ അക്കര, KS ശബരിനാഥൻ, സന്ദീപ് വാര്യർ 37ാമത്തെ പേരുകാരനായി സന്ദീപ് വാര്യർ ഉൾപ്പെടുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറിയായി സന്ദീപ് വാര്യർ വരുന്നു. അതോടൊപ്പം തന്നെ KB ശശികുമാർ, നൌഷാദ് അലി KP, IK രാജു. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിലവിൽ 36 അംഗം 48 അംഗ രാഷ്ട്രീയകാര്യ സമിതിയായി മാറി എന്നതുകൂടിയുണ്ട്. എണ്ണം 46, 6 പേരെയും കൂടി കൂട്ടി 46 ആവുന്നു. MR അഭിലാഷ്, KA തുളസി, KS ഗോപകുമാർ, ഫിലിപ്പ് ജോസഫ്, കറ്റാനം ഷാജി, N ഷിൽരാജ്, BRM ഷഫീർ, എബി കുര്യാക്കോസ്, PT അജയ് മോഹൻ, KV ദാസൻ. ശരി, ഇങ്ങനെ നീളുകയാണ്. ഒരുപക്ഷെ ഈ പേരുകൾ തന്നെ പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരും എന്ന അവസ്ഥയാണ്. കിരൺ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി ഒരു ജംബോ പട്ടിക വരുമ്പോൾ ഈ ഭാരവാഹി പട്ടികയിലെ പേരുകൾ തന്നെ വാർത്താമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഒരുപാട് സമയമെടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇടവേള.